അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേബിൾ ടാഗിന് ആട്രിബ്യൂട്ട്സുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് നോക്കാം. ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്, ഫ്രെയിം, റൂൾസ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്. അപ്പോൾ ഓരോന്നും എന്താ നോക്കാം. ബോർഡർ എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ നമ്മളുടെ ടേബിളിൻ്റെ ചുറ്റുമുള്ള ബോർഡർ, അതിന് എത്ര തിക്നെസ് വേണം. ബോർഡർ = 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു ടേബിളിൻ്റെ അറൗണ്ട് അതിന് ചുറ്റും ഉള്ള ആ ഒരു ബോർഡറിൻ്റെ തിക്നെസ്സാണ് കൊടുക്കുന്നത്. ബോർഡർ = 1 കൊടുത്താൽ അതിനനുസരിച്ചുള്ള ആ ഒരു തിക്നെസ്സിലായിരിക്കും ആ ടേബിളിൻ്റെ ചുറ്റുമുള്ള ബോർഡർ വരിക. അത് നമ്മൾ കൂടുതൽ നമ്പേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ബോർഡറിൻ്റെ തിക്നെസ്സിലായിരിക്കും ചേഞ്ചസ് വരിക. ഇനി നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ വിത്തൗട്ട് ബോർഡർ ആയിരിക്കും നമുക്ക് ആ ടേബിളിൽ ഡിസ്പ്ലേ ആവുന്നത്. നെക്സ്റ്റാണ് ബോർഡർ കളർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ബോർഡറിൻ്റെ കളർ സ്പെസിഫൈ ചെയ്യാം. ഇപ്പോൾ ബോർഡർ കളർ = റെഡ് എന്ന് കൊടുത്താൽ റെഡ് കളറുള്ള ബോർഡർ ലൈനായിരിക്കും നമ്മുടെ ടേബിളിന് ചുറ്റുമായിട്ട് വരുന്നത്. നെക്സ്റ്റാണ് അലൈൻ നമ്മൾ പഠിച്ചിട്ടുള്ള ആട്രിബ്യൂട്ടാണ്. ഇത് നമ്മളുടെ ബ്രൗസർ വിൻഡോയിൽ നമ്മളുടെ ടേബിൾ ഏത് പൊസിഷനിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് വേണോ, റൈറ്റ് സൈഡ് വേണോ, സെൻറ്റർ വേണോ എന്ന് പറയാനായിട്ട്. അപ്പോൾ അലൈൻ = ലെഫ്റ്റ്, അല്ലെങ്കിൽ അലൈൻ = റൈറ്റ്, അലൈൻ = സെൻറ്റർ എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ ടേബിൾ അതായത് പൊസിഷനിലായിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. നെക്സ്റ്റാണ് BG കളർ എന്താ? നമ്മുടെ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ സ്പെസിഫൈ ചെയ്യുന്നു. ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കേട്ടോ. നെക്സ്റ്റാണ് ബാക്ക്ഗ്രൗണ്ട് എന്താ? നമ്മുടെ ടേബിളിന് ബാക്ക്ഗ്രൗണ്ടായിട്ടൊരു ഇമേജിനെ കൊടുക്കാനായിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് = എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ത് പിക്ചറാണോ വരേണ്ടത് ആ പിക്ചറിൻ്റെ പേരായിരിക്കണം. ഇനി നെക്സ്റ്റാണ് സെൽ സ്പേസിങ്, അതുപോലെ തന്നെ സെൽ പാഡിങ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡായിട്ടും 2 മാർക്സ് ആയിട്ടും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും നമ്മളുടെ ടേബിളിൽ കാണുന്ന ഡാറ്റയും അതിൻ്റെ ചുറ്റുമുള്ള സ്പേസായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്. ഇപ്പോൾ സെൽ സ്പേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിലുള്ള ഓരോന്നിനെയും നമ്മുടെ സെല്ലെന്ന് പറയാം. ഓരോ ബോക്സുകളും, ഓരോ കുഞ്ഞു ബോക്സുകളും നമ്മളുടെ സെല്ലുകളാണ്. അപ്പം ആ സെല്ലുകൾ തമ്മിൽ എത്ര സ്പേസ് അവിടെ കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് സെൽ സ്പേസിംഗ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ പഠിക്കുന്നത്. നമുക്കാദ്യം സെൽ സ്പേസിംഗ് എന്താണെന്ന് നോക്കാം. സെൽ സ്പേസിംഗ് എന്ന് പറയുന്നത് അതിന് മുന്നായിട്ട് നമുക്ക് സെൽ എന്താണെന്ന് പറയാം.